സംസ്ഥാനത്തെ ആർടി ഓഫീസുകളിൽ മിന്നൽ റെയ്ഡ്, കണ്ടെത്തിയത് വൻ തുക. ഇനിയെങ്കിലും ഈ വകുപ്പ് നന്നാകുമോ? എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭരണം മാറി മാറി വന്നാലും വിജിലൻസ് എത്ര കഷ്ടപ്പെട്ടാലും നന്നാവാത്ത വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. ആദ്യം പണം കൈമാറിയതിന് തെളിവുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അതിനുശേഷമാകാം ബാക്കിയൊക്കെ. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറന്ന് പണപ്പിരിവ് വീണ്ടും തുടരും. ഈ പണപ്പിരിവ് എന്നു തുടങ്ങിയെന്ന അന്വേഷണം എവിടെയും എത്തില്ല. RTO മുതൽ ക്ലർക്ക് വരെ പണം നൽകാതെ ഒരു ഫയലും നീക്കില്ല. എന്നാൽ ഒരു കാര്യം തുറന്നു പറയാം, നല്ലവരായ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ ഈ വകുപ്പിലുണ്ട്. അവർക്ക് കൂടി അപമാനമാണ് ഇത്തരത്തിൽ പണക്കൊതിയന്മാരായ ഉദ്യോഗസ്ഥർ. സർക്കാർ തലത്തിൽ നിരവധി പരാതികൾ എത്തുമ്പോൾ ഒരു റെയ്ഡ് അങ്ങ് സംഘടിപ്പിക്കും. പണം പിടിച്ചു, ഏജന്റുമാരെ പിടിച്ചു, അങ്ങനെ വാർത്തകൾ നിരവധി. അതോടുകൂടി ആ വകുപ്പ് നന്നായി കാണും. ഡ്രൈവിംഗ് ടെസ്റ്റ് മുതൽ രജിസ്ട്രേഷൻ മാറ്റാനുള്ള അപേക്ഷയ്ക്ക് വരെ കൈക്കൂലി നിർബന്ധം. ഈ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ പണപ്പിരിവ് എല്ലാവർക്കും അറിയാം. എന്നാൽ അതൊരു പ്രക്രിയയായി മാറി. ഇങ്ങനെ പണം കൊടുത്താൽ മാത്രമേ കാര്യം സാധിക്കൂ എന്നത് ഒരു ശീലമായി മാറി. RTO ഓഫീസിന്റെ സബ് RTO ഓഫീസിന്റെ മറവിൽ നടക്കുന്ന പണപ്പിരിവുകളെ പറ്റി നമുക്ക് നോക്കാം. ഒരു ഓഫീസിന് കീഴിൽ 15 മുതൽ 25 വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ടായിരിക്കും. ഇവരിൽ നിന്നുമാണ് കളക്ഷൻ നടക്കുന്നത്. അതിനായി വിശ്വസ്തനായ ഒരാളെ നിയമിക്കും. ഇവരുടെ ഈ വിശ്വസ്തൻ ഓരോ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും കളക്ഷൻ എടുക്കും. ഈ തുകയ്ക്ക് കൃത്യമായ കണക്കുണ്ട്. തുക കൃത്യമായി കൊടുക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ നടപടി വരും. അതെങ്ങനെയെന്ന് നോക്കാം. ആ സ്കൂളിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകുന്ന വ്യക്തിയെ എന്തെങ്കിലും കാരണം കാണിച്ച് തോൽപ്പിക്കുക, പണം കൃത്യമായി കൊടുക്കാത്ത സ്കൂൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ വൈകിപ്പിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരുത്തും. അതോടുകൂടി ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്ക് പണം നൽകിയേ മതിയാകൂ എന്ന അവസ്ഥ വരും. ഇനി വകുപ്പിലെ മാമൂൽ തുക എത്രയാണെന്ന് പരിശോധിക്കാം. 4-വീൽ ലൈസൻസിന് 400 രൂപ, ഹെവി ലൈസൻസിന് 1000 രൂപ, 2-വീലർ ലൈസൻസിന് 250 രൂപ. ഒരു ഓഫീസിന് കീഴിൽ ഒരു ദിവസം 80 മുതൽ 150 വരെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. തീയതി കഴിഞ്ഞ ലൈസൻസ് പുതുക്കണമെങ്കിൽ വാഹനം ഓടിച്ചു കാണിക്കണം. അതിന് മാമൂൽ തുകയായ 1000 രൂപ നൽകണം. ഹെവി വാഹനമാണെങ്കിൽ 2000. അതുപോലെ തന്നെ RC ചേഞ്ച് ചെയ്യുന്നതിനും ലോൺ ക്യാൻസൽ ചെയ്യുന്നതിനും തുക വേറെയുമുണ്ട്. ക്ലർക്കിന് 100, സൂപ്രണ്ടിന് 50, ജോയിന്റ് RTOയ്ക്ക് 100. ഒരുപക്ഷെ ഇതൊരു ചെറിയ തുകയായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അതല്ല. ഒരു RTO ഓഫീസിന് കീഴിൽ 60-ന് മുകളിൽ അപേക്ഷകൾ എല്ലാ ദിവസവും എത്താറുണ്ട്. മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ വാങ്ങുന്ന തുക നോക്കാം. ക്ലർക്കിന് 500, ജോയിന്റ് RTO 1000, വാഹനം പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് 1000. ഏകദേശം 3000 മുതൽ 4000 രൂപ വരെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ മാറ്റുന്നതിന് വാങ്ങാറുണ്ട്. അപേക്ഷകന് കൈപണി നേരിട്ട് കൊടുക്കാമെന്ന വ്യാമോഹമൊന്നും വേണ്ട. അങ്ങനെ വന്നാൽ ആദർശം പുറത്തിറങ്ങും. ഡ്രൈവിംഗ് സ്കൂൾ മുഖാന്തരം മാത്രമേ ഇത്തരം രഹസ്യധാരണകൾ നടക്കുകയുള്ളൂ. ഇതൊരു സംഘടിത പ്രവർത്തനമാണ്. ജനങ്ങളെ സേവിക്കാനാണ് താൻ യൂണിഫോം ഇട്ടിരിക്കുന്നതെന്ന കാര്യവും മറക്കും. ജനങ്ങളുടെ നികുതിപ്പണമാണ് താൻ ശമ്പളമായി വാങ്ങുന്നതെന്ന കാര്യവും മറക്കും. എന്നാൽ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഏത് വിജിലൻസ് അന്വേഷിച്ചാലും പണം പിരിക്കാനുള്ള പുതുവഴികൾ തേടാൻ മാത്രം ഇവർ മറക്കില്ല. പുതിയ എപ്പിസോഡിലേക്ക് കാണും വരെ നന്ദി, നമസ്കാരം.